എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനത്തിനുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഉടൻ പ്രസിദ്ധീകരിക്കും. അപ്പോൾ റിസൾട്ട് എങ്ങനെ പരിശോധിക്കാം, പെർമനൻറ്റ് ഓർ ടെമ്പററി അഡ്മിഷൻ എങ്ങനെയൊക്കെയാണ് നടക്കുക എന്നൊക്കെയാണ് വിദ്യാർത്ഥികൾ ചോദിക്കുന്നത്. വിശദമായ വാർത്തയിലേക്ക് പോകാം. ആദ്യമായിട്ട് കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കാനും മറക്കല്ല. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വന്നിട്ട് നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്ന 100 വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ 10 പേർ പോലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. പ്രിയ വിദ്യാർത്ഥികളെ അങ്ങനെ ആവരുത്, തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക, വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനത്തിനുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് ഉടൻ പ്രസിദ്ധീകരിക്കും. അതായത് ജൂൺ 21 എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഇന്നലെ എന്ത് ചെയ്തു, അതിൻ്റെ ഓപ്ഷൻ രജിസ്ട്രേഷനും കാര്യങ്ങളും എഡിറ്റിങ്ങും എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ചിലപ്പോൾ ഇന്നോ നാളെയോ, ഇന്ന് വരുമെന്നൊന്നും ഉറപ്പിച്ച് പറഞ്ഞില്ല, ഇന്നോ നാളെയോ മറ്റന്നാളോ എന്നൊക്കെ ആയിട്ട് ചിലപ്പോൾ എന്ത് ചെയ്തേക്കാം, നാളെയോ മറ്റന്നാളോ ഒക്കെ ആയിട്ട് ചിലപ്പോൾ പുറത്ത് വിട്ടേക്കാം. കാരണം മറ്റ് യൂണിവേഴ്സിറ്റികളെല്ലാം ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഉൾപ്പെടെ ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റി എന്ത് ചെയ്തു, ഇന്ന് സെക്കൻഡ് അലോട്ട്മെൻറ്റ് പുറത്തുവിടും. കണ്ണൂർ യൂണിവേഴ്സിറ്റി സെക്കൻഡ് അലോട്ട്മെൻറ്റ് പുറത്ത് വിട്ടു. MG യൂണിവേഴ്സിറ്റി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പുറത്ത് വിട്ട് കഴിഞ്ഞു. ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മാത്രമേ എന്ത് ചെയ്യാനുള്ളൂ, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പുറത്ത് വിടാൻ ബാക്കിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയും ചിലപ്പോൾ വേഗം വിടാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഇന്ന് വരുമെന്നൊന്നും ഞാൻ പറഞ്ഞില്ല, ഇന്നോ നാളെയോ മറ്റന്നാളോ ഒക്കെ ആയിട്ട് ചിലപ്പോൾ വന്നേക്കാം. അപ്പോൾ വന്നു കഴിഞ്ഞാൽ റിസൾട്ട് എങ്ങനെയാണ് പരിശോധിക്കുക എന്നാണ് വിദ്യാർത്ഥികൾ ചോദിക്കുന്നത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രവേശിക്കുക. ശേഷം FYUG CAP 2024 എന്ന ലിങ്ക് കാണാൻ സാധിക്കുക. അതിൽ ക്ലിക്ക് ചെയ്യുക. ആപ്ലിക്കേഷൻ ID പാസ്വേഡ് നൽകി ലോഗിൻ ചെയ്യുക. കൺഗ്രാജുലേഷൻ, യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്നാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചു. സോറി, യു ഹാവ് നോ അലോട്ട്മെൻറ്റ്, വെയിറ്റ് ഫോർ നെക്സ്റ്റ് അലോട്ട്മെൻറ്റ് എന്നാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ എന്താണ് പെർമനൻറ്റ് അഡ്മിഷൻ, എന്താണ് ടെമ്പററി അഡ്മിഷൻ എന്ന് വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് വിശദമായി തന്നെ നോക്കാം. അതായത് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഏത് ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിച്ചാലും നിങ്ങൾക്ക് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാൻ സാധിക്കും. ഒന്നാമത്തെ ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിക്കുന്ന വിദ്യാർത്ഥികൾ നിർബന്ധമായും എന്ത് ചെയ്തിരിക്കണം, പെർമനൻറ്റ് എടുത്തിരിക്കണം. അതായത് ഒന്നാമത്തെ ഓപ്ഷൻ, ഇത് ഫസ്റ്റ് ഓപ്ഷൻ, അതായത് നിങ്ങൾ ഒന്നാമത് വെച്ച ഓപ്ഷൻ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റായി ലഭിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, പെർമനൻറ്റ് അഡ്മിഷൻ എടുത്തിരിക്കുക, നിർബന്ധം വേണം. മറ്റേത് ഓപ്ഷൻ കിട്ടിയാലും നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പെർമനൻറ്റ് എടുക്കാം, അല്ലെങ്കിൽ ടെമ്പററി എടുക്കാം. ടെമ്പററി അഡ്മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ ഓപ്ഷനോ അതിന് താഴെ അലോട്ട്മെൻറ്റ് ലഭിച്ച ഓപ്ഷനോ നിങ്ങൾക്ക് ലഭിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, അത് രണ്ടാമത്തെ ഓപ്ഷനോ അതിന് താഴേക്കോ നിങ്ങൾക്കാണ് ലഭിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, അവിടെ ടെമ്പററി താൽക്കാലികമായി ചേർന്ന് ഹയർ ഓപ്ഷൻസിന് വേണ്ടി ഡിപ്പെൻഡ് ചെയ്യാൻ സാധിക്കും. ഹയർ ഓപ്ഷൻസിനെ കാത്തിരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ടെമ്പററി അഡ്മിഷൻ വരുന്നില്ല, പെർമനൻറ്റ് അഡ്മിഷൻ, സ്ഥിര നിയമനമേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് ട്രാൻസ്ഫറിൻ്റെ സമയത്ത് മാത്രമേ നിങ്ങൾക്ക് അവസരം ലഭിക്കുള്ളൂ. നിങ്ങൾ ഒന്നാമത്തെ ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിച്ച ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് ട്രാൻസ്ഫറിൻ്റെ സമയത്ത് മാത്രമേ പിന്നെ നിങ്ങൾക്ക് അവസരം ലഭിക്കൂ. നിങ്ങൾക്ക് പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, അതിനിടയ്ക്ക് നിങ്ങൾക്ക് ഒരു ചേഞ്ച് സാധ്യമല്ല. നിങ്ങൾക്ക് രണ്ടാമത്തെയോ അതിന് താഴേക്കോ ഓപ്ഷൻസാണ് നിങ്ങൾക്ക് രണ്ടാമത്തെയോ അതിന് താഴേക്കുള്ള ഓപ്ഷൻസ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റായി ലഭിച്ചു കഴിഞ്ഞാൽ ഒന്നുകൊണ്ടും നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങൾക്ക് ടെമ്പററി ആയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് ഹയർ ഓപ്ഷൻസിന് വേണ്ടി കാത്തിരിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് എന്ത് ചെയ്തിരിക്കാം, അതായത് UGൻ്റെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി UG ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് ഇന്നോ നാളെയോ മറ്റന്നാളോ ഒക്കെ ആയിട്ട് പ്രസിദ്ധീകരിച്ചിരിക്കും. ഞാൻ ഇന്ന് പ്രസിദ്ധീകരിക്കുന്നൊന്നും യാതൊരു ഉറപ്പൊന്നും പറയുന്നില്ല. മറ്റ് യൂണിവേഴ്സിറ്റികളെല്ലാം എന്ത് ചെയ്തു, ഇപ്പോൾ MG യൂണിവേഴ്സിറ്റി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പുറത്തു വിട്ടു. പിന്നെ കേരള യൂണിവേഴ്സിറ്റി, കണ്ണൂർ യൂണിവേഴ്സിറ്റി എന്ത് ചെയ്തു, കണ്ണൂർ യൂണിവേഴ്സിറ്റി സെക്കൻഡ് അലോട്ട്മെൻറ്റ് പുറത്ത് വിട്ട് കഴിഞ്ഞു. കേരള യൂണിവേഴ്സിറ്റി സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഇന്നൊരു എക്സ്പെക്റ്റഡ് ടൈം 5 മണി to 7 മണിക്ക് പുറത്തുവിടും. അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മാത്രമാണ് ഇപ്പോഴും ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പോലും പ്രസിദ്ധീകരിക്കാതിരിക്കുന്നത്. അപ്പോൾ ആ യൂണിവേഴ്സിറ്റി മറ്റ് യൂണിവേഴ്സിറ്റികളുടെയൊക്കെ ഒപ്പം തന്നെ അലോട്ട്മെൻറ്റ് പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ മറ്റ് യൂണിവേഴ്സിറ്റിക്ക് ഒപ്പം തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി എന്ത് ചെയ്യും, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയും ചിലപ്പോൾ വേഗത്തിൽ തന്നെ പുറത്തുവിടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാത്തിരിക്കാൻ പറ്റും പുതിയ അറിയിപ്പുകൾക്ക് വേണ്ടി. മൈ നെയിം ഈസ് കറിയ, ദ ഫൗണ്ടർ ഓഫ് സ്കറിയ ഫോട്ടക്, ദ കരിയർ ഗൈഡൻ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.